മനുഷ്യൻ ജീവിക്കുന്നത് പലർക്കും വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്നാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിന്റെ ശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു അധ്യായമാണ് നാം ഇന്ന് ധ്യാനിക്കുവാനായി എടുത്തിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം. വീണ്ടും ജനനത്തിന്റെ ആവശ്യകതയും ദൈവം അതിന് തൻ്റെ സ്നേഹത്തിൽ നൽകിയ വിലയും യോഹന്നാൻ സ്നാപകന് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യവുമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, വായിക്കുവാൻ സാധിക്കുന്നത്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യജീവൻ ഉടലെടുക്കുന്നത് ഒരു അത്ഭുത പ്രവൃത്തിയാണ്. അതിലും അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തിയാണ് വീണ്ടും ജനനം എന്നത്. വീണ്ടും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതല്ല എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം വീണ്ടും ജനനം എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത്. അഥവാ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും ജനിക്കുവാൻ ഒരു സാവകാശം നമുക്ക് ലഭിച്ചെങ്കിൽ പോലും അത് പാപത്തിലുള്ള ജനനത്തിൻ്റെ ആവർത്തനം മാത്രമേ ആകുന്നുള്ളൂ. ആ പാപത്താലുള്ള മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം തൻ്റെ കൃപയാൽ ഒരു വ്യക്തിയുടെ ആത്മാവിൽ ചെയ്യുന്ന അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് വീണ്ടും ജനനം എന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവത്തിൽ നിന്നുള്ള ജനനമാണ് വീണ്ടും ജനനം എന്നത്. ഈ ജനനം നമ്മിൽ നടക്കാതെ ദൈവരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്താൽ ദൈവത്തിൻ്റെ മക്കളാകുവാനും ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും ആത്മാവിൻ്റെ സ്വർഗീയ നന്മകളെ അനുഭവിക്കുവാനും നമുക്ക് സാധ്യമാകുന്നു. ഈ ലോകത്തിൽ ജീവിക്കുവാൻ മനുഷ്യജീവൻ ആവശ്യമെന്നതുപോലെ ദൈവരാജ്യത്തിൽ ജീവിക്കണമെന്നെങ്കിൽ വീണ്ടും ജനിച്ചെങ്കിലേ സാധ്യമാവുകയുള്ളൂ. ഈ ഭൂമിയിൽ മാനുഷിക ജീവന് ലക്ഷ്യങ്ങളുള്ളതുപോലെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലും വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലെ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു: നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുക. അതെ, വീണ്ടും ജനിച്ച ദൈവവൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും, ചില കാര്യങ്ങളിൽ മാത്രമല്ല, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ല, എല്ലാ നടപ്പിലും വിശുദ്ധരാവുക. ആ വിശുദ്ധിയുടെ മാനദണ്ഡം അല്ലെങ്കിൽ അതിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളല്ല, നമ്മുടെ സഹോദരങ്ങളല്ല, നമ്മുടെ കൂടെ ആരാധിക്കുന്നവരല്ല, നമ്മളെക്കാട്ടിലും താണവരോ അല്ലെങ്കിൽ ഉയർന്നവരോ ആയ വ്യക്തികളല്ല. നമ്മൾക്ക് അതിനുള്ള അളവുകോൽ എന്ന് പറയുന്നത് നമ്മെ വിളിച്ച വിശുദ്ധനാണ്. ആ കർത്താവായ പിതാവായ ദൈവത്തെ പോലെ ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്രിസ്തുയേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ് വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മാനുഷിക ജീവന് ഒരുപാട് വെല്ലുവിളികളുണ്ട്, നമ്മൾക്കറിയാം. ആ വെല്ലുവിളികൾ ഉള്ളതുപോലെ വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലിനും വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ പാപത്തിൻ്റെ സ്വാധീനങ്ങളോടാണ്, ഈ ലോകത്തിൻ്റെ മോഹങ്ങളോടാണ്, ജഡത്തെ പ്രീണിപ്പിക്കുന്നതായുള്ള ആശയങ്ങളോടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളോടുമാണ്. ഈ ലോകത്തോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണോ എന്നതാണ് വീണ്ടും ജനന അനുഭവത്തെ നമ്മളിൽ എത്രത്തോളം അതിന് സ്വാധീനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മോട് പോരാടുന്ന ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളെയും പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാലും ദൈവവചനത്താലും അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതാണ് വീണ്ടും ജനനത്തിൻ്റെ ഒരു തെളിവ് നമ്മിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ലോകത്തെയോ മനുഷ്യനെയോ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് അനേകരെ പ്രസാദിപ്പിക്കേണ്ടി വരുന്നു. എന്നാൽ വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് തനിക്ക് പ്രസാദിപ്പിക്കുവാനുള്ളത് ദൈവത്തെ, കർത്താവിനെ മാത്രമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു:
ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക. അതെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കട്ടെ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല, നമ്മിൽ തന്നെ പ്രസാദിപ്പിക്കുന്നവരല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുക. ആ ആഗ്രഹവും ലക്ഷ്യവും നമുക്കുണ്ടാവട്ടെ. ഈ ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുന്നത് മറ്റു വ്യക്തികൾക്കായി, ഒരുപക്ഷെ നമുക്കായി, അങ്ങനെ പലവിധമായി പലർക്കും വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്നാൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ തങ്ങൾക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, ക്രിസ്തുവിനായി ജീവിക്കുന്നു. വീണ്ടും ജനനത്തിൽ നമുക്കുണ്ടാവേണ്ട ചില അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ദൈവവചനം വായിക്കുമ്പോൾ ഈ അനുഭവങ്ങളുടെ ആഴവും മറ്റു പലവിധമായുള്ള അനുഭവങ്ങളും നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ആ ആഴത്തിൽ ആ ദൈവവചനം നമ്മൾക്ക് നൽകിത്തരുന്ന സ്വാതന്ത്ര്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനായി അവൻ നമ്മെ സഹായിക്കട്ടെ. ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.